ഈ ഫൈനലിൽ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല. ഫൈനലിൽ ഇതുവരെ കളിച്ച തന്ത്രങ്ങളെല്ലാം മാറ്റി മറ്റെന്തോ വലിയ തന്ത്രം സ്പെയിനിന് വേണ്ടി ഉപയോഗിച്ചതാവണം ഈ പരാജയത്തിന് കാരണമെന്ന് പോലും തോന്നുന്നു. ഇതുവരെ വിജയിച്ച ഒരു കോച്ചാണ്, അതുകൊണ്ട് ഫൈനലിൽ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ആകെ പരാജയപ്പെട്ടു എന്നും പറയാൻ കഴിയില്ല. ആ ടീമിനെ ഫൈനൽ വരെ എത്തിച്ചു. ലോകത്ത് രണ്ടാമത്തെ ടീമായി എപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു രണ്ടാമത്തെ ടീമിന്റെ നിലവാരത്തിനൊത്തുയർന്ന, അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ടീമിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരം, അല്ലെങ്കിൽ ആ കളി മികവ്, അർജന്റീനയുടെ കളിയുടെ ഒരു ചാരുത, ഒരു ഭംഗി, ആ ഒരു സൗന്ദര്യം, അതൊന്നും ഈ കളിയിൽ എവിടെയും ഒരു ചെറിയ നിമിഷങ്ങളിൽ പോലും കാണാൻ കഴിഞ്ഞില്ല. മെസ്സിയുടെ കാലിലേക്ക് ബോൾ എത്തിയത് തന്നെ അത്യപൂർവമായ സമയങ്ങളിലാണ്. ആ ബോൾ എത്തിയപ്പോൾ പോലും മെസ്സിക്ക് ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സമയം, അല്ലെങ്കിൽ അതൊരു സ്പേസ് കൊടുക്കാതെ, അത് കൃത്യമായി തന്നെ സ്പെയിന്റെ തന്ത്രങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. സ്പെയിൻ കൃത്യമായി എങ്ങനെ അർജന്റീനയെ മാനസികമായി തന്നെ തകർക്കാനും, അവസാന ഒരു നിമിഷമെങ്കിലും ഓരോ കളിയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജന്റീന 2 ഗോളിന് പിന്നിൽ നിന്നാലും തിരിച്ചു 3 ഗോൾ അവസാന 8 or 10 മിനിറ്റിൽ അടിക്കാൻ ശേഷിയുള്ള ഒരു ടീം എന്നാണ്. പക്ഷേ ഇത് അവസാന 10 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് ആകുമ്പോഴും 2 or 3 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അർജന്റീന തീരുമാനിക്കുന്നത് തന്നെ ഇനി നമുക്ക് തിരിച്ചടിക്കാമെന്ന്. അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. എതിരാളികൾ സ്പെയിൻ ആണ്. മറ്റു രാജ്യങ്ങളെ പോലെയല്ല സ്പെയിൻ. ഈ അർജന്റീനയുടെ ഇതേ തന്ത്രം മറ്റ് 3 നോക്കൌട്ട് റൗണ്ടിലെ 3 മത്സരങ്ങളിൽ കണ്ട് പരിചയിച്ചു വന്ന ഒരു ടീമാണ്. അവർ അവിടെ കൃത്യമായി തന്നെ അതിനുള്ള പൂട്ട് ഒരുക്കി തന്നെയാണ്, പ്രതിരോധം ഒരുക്കി തന്നെയാണ് നിന്നത്. ഇത് അർജന്റീനയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. എക്സാക്ട്ലി. മെറ്റ്ലൈഫ് സ്റ്റേഡിയം, ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം അർജന്റീനയുടെ നായകൻ ലയണൽ മെസ്സിക്കും അർജന്റീനയ്ക്കും ഭാഗ്യമില്ലാത്ത ഗ്രൗണ്ടായി മാറുകയാണ്. നമുക്കറിയാം 2016 ലയണൽ മെസ്സി റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചത് ഈ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ്. ആ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അന്ന് കണ്ണീർ പൊഴിച്ചു നിന്ന ലയണൽ മെസ്സിക്ക് പിന്നീട് ഒരു തിരിച്ചുവരവുണ്ടായി. അത് ലോക ഫുട്ബോളിന്റെ അമരത്തേക്കായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതേ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ മറ്റൊരു ഫൈനൽ കൂടി അർജന്റീനയും ലയണൽ മെസ്സിയും പരാജയപ്പെടുന്നു. ലയണൽ മെസ്സിക്ക് ഇത് മോശം മണ്ണായി തീരുകയാണ്. ന്യൂജേഴ്സി, അവിടെ ഫുട്ബോളിന്റെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ക്ലബിൽ നിൽക്കുന്ന അമേരിക്കയിൽ പക്ഷേ ലോക കിരീടം ഉയർത്താൻ ലയണൽ മെസ്സിക്ക് കഴിയാതെ പോവുകയാണ്. ലയണൽ മെസ്സിയുടെ കണ്ണീർ ഒരിക്കൽ കൂടി വീഴും ആ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യം. കാരണം അന്ന് കോപ്പ അമേരിക്ക സെന്റിനറി ഫൈനലായിരുന്നു എങ്കിൽ ഇന്നിതാ ലോകകപ്പിന്റെ ഫൈനലിൽ അർജന്റീന, ലയണൽ മെസ്സി ഗോൾ സ്കോർ ചെയ്യാൻ കഴിയാതെ ലോകകപ്പിന്റെ നിലവിലെ ചാമ്പ്യന്മാർ ആ കിരീടം എതിർ ടീമായിട്ടുള്ള സ്പാനിഷ് ടീമിന് വെച്ച് കൈമാറുകയാണ്. സ്പാനിഷ് ഫ്യൂറി. എക്സാക്ട്ലി കിരൺ എന്ന് പറഞ്ഞതോ അതായിരുന്നു. സ്പെയിന്റെ ഭരണമായിരുന്നു, സ്പാനിഷ് റൂൾ ആയിരുന്നു. സ്പെയിൻ നിശ്ചയിച്ച വഴിയിലൂടെ കാര്യങ്ങൾ പോയി. ഗോൾ അടിക്കാനുള്ള മികവ് കൂടി അല്പം കൂടി ഉണ്ടായിരുന്നു ഈ സ്പാനിഷ് ടീമിനെങ്കിൽ ഒരുപക്ഷെ ഈ സ്കോർ കാർഡ് ഇതുപോലെ ആകുമായിരുന്നില്ല. നിശ്ചിത സമയത്ത് തന്നെ സ്പെയിൻ അജയം സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. മാത്രമല്ല മല പോലെ ഉറച്ചു നിന്ന എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പർ, അദ്ദേഹത്തിന് നൽകണം ഒരു മികച്ച സല്യൂട്ട്, നല്ലൊരു കയ്യടി. കാരണം അയാളാണ് 11 സേവുകളുമായി ഈ കളിക്കളത്തിൽ ഈ ദിവസത്തിൽ അർജന്റീനയുടെ രക്ഷകനായത്. ഒരു മാലാഖയായി നിന്നത് നിശ്ചിത സമയത്ത്. പക്ഷേ അതിന് അധികമായി ഉണ്ടായിരുന്നില്ല. എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതി അതിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീനയ്ക്കെതിരെ ഗോൾ സ്കോർ ചെയ്തു ഫെറാൻ ടോറസിലൂടെ. നിക്കോ വില്യംസിന്റെ അസിസ്റ്റിൽ നിന്ന് 10 പേരെ മാത്രം ചുരുങ്ങിയ അർജന്റീനയെ വീഴ്ത്തിക്കൊണ്ട് ലയണൽ മെസ്സിയുടെ അർജന്റീനയെ തകർത്തുകൊണ്ട് ഫെറാൻ ടോറസിന്റെ ഒരു ടോർപിഡോ അത് എത്തുകയാണ് അർജന്റീനയുടെ ഗോൾ പോസ്റ്റിൽ. അങ്ങനെ ഒറ്റ ഗോളിൽ, ഒരേ ഒരു ഗോളിൽ അർജന്റീനയ്ക്കെതിരെ സ്പെയിൻ ജയം സ്വന്തമാക്കി. ലോക കിരീടം ഇനി മാഡ്രിഡിലേക്ക്, ബാഴ്സലോണയിലേക്ക്. അർജന്റീനയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ തുടക്കത്തിലൊക്കെ ആളുകൾ ഈ അർജന്റീന ഫൈനലിൽ എത്തുമോ എന്ന് വലിയ സംശയമുണ്ടായിരുന്നു. പക്ഷേ കളി മുന്നോട്ട് പോകുന്നതോറും അർജന്റീന ആരാധകർക്ക് പ്രതീക്ഷയായിരുന്നു. അവർക്ക് എന്തും സാധ്യമാകുമെന്നൊരു പ്രതീക്ഷയിലേക്ക് അവർ കൊണ്ടുവന്നു. നോക്കൌട്ടിലെ ഓരോ മത്സരവും ഭാഗ്യത്തിന്റെ കൂടി ആനുകൂല്യത്തിൽ എന്ന് വേണം പറയാൻ. അവസാന നിമിഷം കളിക്കുന്ന ആ ഒരു 10 or 15 മിനിറ്റിലെ കളിയിൽ വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഫൈനലിലേക്ക് അത് പോരാ എന്നവർ കണക്ക് കൂട്ടണമായിരുന്നു. ഒറ്റ ഗോൾ മാത്രം വഴങ്ങിയ ടീമാണ് സ്പെയിൻ എന്നത് അർജന്റീന ഓർക്കണമായിരുന്നു. ആ ഒറ്റ ഗോൾ മാത്രം വഴങ്ങിയ സ്പെയിനിലേക്ക്, അവരുടെ ഗോൾ മുഖത്തേക്ക് എത്രയെങ്കിലും തവണ ഒരു ഗോൾ ശ്രമമെങ്കിലും നടത്തേണ്ടതായിരുന്നു. പക്ഷെ ആദ്യ പകുതിയിൽ ഒരു ഗോൾ ശ്രമം നടത്താനുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം അതുപോലും അർജന്റീന നടത്തിയില്ല. ചിലപ്പോൾ നമ്മൾ സ്കലോണിയുടെ തന്ത്രമാണോ ഇത്, പൂർണ്ണമായും കളി വിട്ടുകൊടുക്കുക, അവസാന നിമിഷം ആഞ്ഞടിക്കുക തന്ത്രമാണോ എന്ന് പോലും സംശയിച്ചു. പക്ഷേ ഈ അവസാന നിമിഷത്തിനായി കാത്തിരുന്ന് കളി 90 മിനിറ്റും കഴിഞ്ഞ് പിന്നെയും ഒരു 30 മിനിറ്റ് കൂടി വന്നു. അതിനിടയ്ക്ക് ഒരു രണ്ടാമത്തെ 30 മിനിറ്റിന്റെ 2ാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീനൻ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ വീഴുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അതും ആദ്യം ഒന്ന് രക്ഷപ്പെടുത്തിയതാണ്
പക്ഷേ വീണ്ടും മാർട്ടിനസിന് രക്ഷപ്പെടുത്താൻ കഴിയാതെ ഗോൾ മാർട്ടിനസ് എണീറ്റ് വരുന്നതിന് മുമ്പേക്കും ഗോൾ എത്തിക്കഴിഞ്ഞിരുന്നു. റീബൗണ്ട് ചെയ്ത് വന്ന ബോൾ വീണ്ടും ഗോളാക്കി കഴിഞ്ഞിരുന്നു. അവിടെ പിന്നീടെങ്കിലുമുള്ള ഒരു 14 മിനിറ്റ്, ആ 14 മിനിറ്റെങ്കിലും അർജന്റീനയായി മാറി നിന്ന് കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയും അത്തരം ഒരു കളി ഉണ്ടായില്ല. സാധാരണ അവസാന നിമിഷം ഒരേ സമയം കുറെ ഫോർവേഡുകളെ ഒരുമിച്ചിറക്കിക്കൊണ്ട് ഒരു അറ്റാക്കിംഗ് മൂഡ് സൃഷ്ടിക്കുന്ന സ്കലോണി ഇന്ന് തുടക്കം മുതൽ ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ആളുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഒരു അറ്റാക്കിംഗ് മൂഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരേ സമയം കുറേയേറെ കളിക്കാരെ ഒരുമിച്ചിറക്കുക, അത്തരം ഒരു തന്ത്രം പോലും ഇന്നുണ്ടായില്ല. ഇതുവരെ എന്തായാലും സെമി ഫൈനൽ വരെ അർജന്റീന കളിച്ച കളി ആയിരുന്നില്ല ഈ ഫൈനലിൽ അർജന്റീന കളിച്ചത്. അവർ അതിനുവേണ്ടി ഫൈനലിന് വേണ്ടി മറ്റെന്തോ വലിയ തന്ത്രമൊക്കെ മെനഞ്ഞതാവാം. പക്ഷെ ആ തന്ത്രങ്ങളൊന്നും അർജന്റീനയ്ക്ക് സ്വാഭാവികമായ ഒരു കളി മികവുണ്ട്, അവരുടെ കളിക്കുന്ന ഒരു രീതിയുണ്ട്. സ്പെയിൻ അങ്ങനെയല്ല. സ്പെയിന് വേണമെങ്കിൽ ഏത് സമയവും അവരുടെ തന്ത്രങ്ങൾ മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കളിക്കാരാണ്. പക്ഷെ അർജന്റീന കുറെ കൂടി മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും കൂടിയൊക്കെ കളിക്കുന്ന, മെസ്സിയോടുള്ള ഒരു വൈകാരികത അതെല്ലാം കൂടി ചേർന്ന് കളിക്കുന്ന ഒരു ടീമാണ്. അത്തരം ഒരു ടീമിനെ അവരുടെ സ്വാഭാവിക താളം മുറിച്ച് മറ്റൊരു താളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു തന്ത്രത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിനൊത്ത് പെട്ടെന്ന് മാറാൻ കഴിയണം എന്നില്ല. സ്പെയിനിന്റെ തുടക്കം മുതലുള്ള കളി കണ്ടാൽ അറിയാം, അവർ ഒന്നാമത്തെ മിനിറ്റിൽ കളിക്കുന്ന അതേ ആവേശത്തിൽ 90ാമത്തെ മിനിറ്റിലും കളിക്കുന്ന ടീമാണ്. അവർ ഗോൾ അടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അങ്ങനെ കളിക്കാൻ കഴിയുന്നതാണ്. കേപ്പ് കളിക്കുമ്പോൾ ഒറ്റ ഗോളും അടിച്ചില്ലെങ്കിൽ പോലും പക്ഷെ 90 മിനിറ്റും സ്പെയിൻ അതേ ആവേശത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ അതേ ടെമ്പോയിൽ നിന്ന് കളിക്കുന്ന ടീമായിരുന്നു. അത്തരം അർജന്റീന ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഈ മത്സരത്തിൽ എവിടെയും അർജന്റീന അങ്ങനെ കളിച്ചിട്ടില്ല. പതിയെ കളിക്കും, ചിലപ്പോൾ ഒന്ന് ഉണർന്ന് കളിക്കും. ഒറ്റ നിമിഷത്തിൽ അവസാന നിമിഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷങ്ങളിൽ അവർ ഒന്ന് ആഞ്ഞടിക്കാൻ എടുക്കുന്ന ഒരു കുറച്ചു സമയം, ആ സമയത്ത് മാത്രമാണ്. ബാക്കി സമയങ്ങളിലൊക്കെയും അത്തരമൊരു കളിയായിരുന്നില്ല. അങ്ങനെ ഈ 90 മിനിറ്റും ഒരുപോലെ നിന്ന് കളിക്കാൻ ശേഷിയുള്ള ഒരു ടീമിനെ, അല്ലെങ്കിൽ ഈ 120ലേക്ക് പോയാൽ അർജന്റീന ടീമിലെ പല താരങ്ങളെ പോലെ തളരുന്ന ആളുകളല്ല. 120 മിനിറ്റിലും ഒരേ സ്റ്റാമിനയിൽ നിൽക്കാൻ കഴിയുന്ന, വേണമെങ്കിൽ യന്ത്രങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ നിൽക്കാൻ കഴിയുന്ന പരിശീലനവും ടീമംഗങ്ങളും ഒക്കെയാണ്. അവർക്ക് മുന്നിൽ ഈ തന്ത്രം പ്രയോഗിച്ചത് തന്നെ പാളിപ്പോയി എന്ന് വേണം പറയുക. എന്തായാലും ഈ അർജന്റീനയെ ഫൈനലിൽ വരെ എത്തിച്ച ഒരു കോച്ചിന്റെ തന്ത്രങ്ങൾ പാളിപ്പോകുന്നത്, ചിലപ്പോൾ ഇതുവരെയുള്ള തന്ത്രങ്ങൾ വിജയിച്ചു, സ്വാഭാവികമായും പരാജയപ്പെട്ടാൽ. കിരൺ, ഇതാ ഉനൈ സിമോൺ സ്പാനിഷ് ഗോൾ കീപ്പർ സ്വന്തമാക്കുകയാണ് ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം. മത്സരത്തിന്റെ സമാപനം അവിടെ ഇതാ വേദിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഉനൈ സിമോൺ, ഗോൾ കീപ്പറായിട്ടുള്ള ഉനൈ സിമോണിന് ഫൈനലാണ് ഒരുപക്ഷെ ഏറ്റവും അലംഭാവത്തോട് നിൽക്കാനുള്ള അവസരം കിട്ടിയതെന്ന് തോന്നുന്നു. കാരണം ഒരു കാഴ്ചക്കാരനെ പോലെ അയാൾ ഗോൾ പോസ്റ്റിൽ നിൽക്കുകയായിരുന്നു. ആക്രമണങ്ങളൊന്നും നടത്താത്ത അർജന്റീനയ്ക്ക് മുന്നിൽ അയാൾ ഇത് ഏറ്റവും ഒടുവിൽ ഗോൾഡൻ ഗ്ലൗവുമായി തിരികെ കയറുന്നു. ഉനൈ സിമോൺ എന്ന സ്പെയിന്റെ ഗോൾ കീപ്പർ ലോകകപ്പിൽ ഫിഫ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം സ്വന്തമാക്കുന്നു. ഉനൈ സിമോൺ അല്പസമയത്തിനകം തന്നെ ലോക കിരീടം ഏറ്റുവാങ്ങും. അർജന്റീനയെ മറികടന്ന സ്പാനിഷ് ടീം 11 സേവുകൾ നടത്തിയ ഉനൈ സിമോണാണ് ഇതാ മത്സരത്തിലെ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപക്ഷെ ഗോൾഡൻ ബോൾ പുരസ്കാരം അത് ആർക്കായിരിക്കും എന്നുള്ളത് സംശയമില്ല. ഗോൾഡൻ ബോൾ പുരസ്കാരം സ്പാനിഷ് ക്യാപ്റ്റനായിട്ടുള്ള റോഡ്രി എന്ന് നമ്മൾ വിളിക്കുന്ന റോഡ്രിഗോയ്ക്കാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം. ഗോൾഡൻ ബോൾ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പ്ലെയർ, അത് സാധ്യതകളിൽ ലയണൽ മെസ്സിയായിരുന്നു മുന്നിൽ. പക്ഷേ ലയണൽ മെസ്സിയെ മറികടന്ന് ഫൈനലിലെ ആ മികവ് കൂടി എടുത്തു പറയണം. റോഡ്രിഗോ നടത്തിയ പ്ലാനുകളിലാണ് ഈ അർജന്റീനയ്ക്കെതിരെ സ്പെയിന്റെ കാര്യങ്ങൾ ഒരു ചക്രത്തിൽ ചലിക്കുന്നത് പോലെ, സ്പെയിൻ എണ്ണയിട്ട പോലെ ഓടിയത്. ആ ഗോൾഡൻ ബോളുമായി റോഡ്രി തിരികെ പോവുകയാണ്. 2 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും അങ്ങനെ സ്പെയിനിലേക്ക് പോകുന്നു. ഇനിയുള്ളത് ഗോൾഡൻ ബൂട്ടാണ്. സ്വാഭാവികമായും അത് കിലിയൻ എംബാപ്പെ, ഫ്രഞ്ച് സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയ്ക്ക് സ്വന്തമാകുന്നു. ലയണൽ മെസ്സിക്കും അർജന്റീന ടീമിനും ഇനി 2ാം സ്ഥാനക്കാർക്കുള്ള ആ വെള്ളി മെഡലുമായി മടങ്ങാം. എന്താണെങ്കിലും ലൂസേഴ്സ് അത് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരുന്നു. ഇതാ സ്പെയിൻ ലോക ചാമ്പ്യന്മാർ, അർജന്റീന 2ാം സ്ഥാനത്തേക്ക് മാത്രം എത്തുന്നു. സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് ചില കൺഫ്യൂഷൻസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൽ ആദ്യം തന്നെ പരഡേസ് ഇല്ലാത്ത ഒരു 11നെയാണ് അർജന്റീന പ്രഖ്യാപിക്കുന്നത്. പിന്നീട് പരഡേസ് കളത്തിലേക്ക് എത്തി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ നിക്കോളാസ് ഗോൺസാലസിനെ പിൻവലിച്ചുകൊണ്ടാണ് 46ാമത്തെ മിനിറ്റിൽ 2ാം പകുതിയിൽ തന്നെ പരഡേസിനെ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് ഒരു നിർബന്ധിത സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വന്നു അർജന്റീനയ്ക്ക്. 44ാം മിനിറ്റിലാണ് ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്കേറ്റ് പുറത്താവുന്നു. അപ്പോൾ അവിടെ നിക്കോളാസ് ഓട്ടമെന്റിയാണ് അവിടെ പകരമെത്തുന്നത്. നെഹുൽ മൊളീന പിന്നീടെത്തി ഗോൺസാലോ മൊണ്ടിയലിന് പകരം. പിന്നീട് ഫക്കുണ്ടോ മെദീന, ഗിലിയാനോ സിമിയോണി, മാർക്കോസ് സെനേസി എന്നിവരൊക്കെ കളത്തിലേക്ക് എത്തിയെങ്കിൽ പോലും ഇതിനൊന്നും ഒരു ഫലമുണ്ടായിരുന്നില്ല. ഇതാ അർജന്റീന ടീം
കഴിഞ്ഞ തവണ ലോക കിരീടം നേടിയ ആ സ്വർണ്ണ മെഡൽ കഴുത്തിലണിഞ്ഞ അർജന്റീന ടീം ഇക്കുറി വെള്ളി മെഡലുമായി തിരികെ പോവുകയാണ് ബ്യൂണസ് അയേഴ്സിലേക്ക്, അർജന്റീനയിലേക്ക്. അർജന്റീന ആരാധകർക്ക് അത്രമാത്രം സന്തോഷത്തോടുകൂടി കാത്തിരിക്കാൻ കഴിയുന്ന ഒരു ദിനമല്ല, അത്രമാത്രം ആവേശം നൽകുന്ന ഒരു മത്സര ഫലമല്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അവിടെ ഒരു കാര്യം പറയാതെ വയ്യ, ഈ അർജന്റീന ടീം ഇന്നത്തെ മത്സരത്തിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ലോക കിരീടം തൊടാൻ അർഹതയുണ്ടായിരുന്നില്ല, അർഹിച്ചിരുന്നില്ല എന്നുള്ളത് നിസ്സംശയം പറയാം. അർജന്റീന ടീം ആയിരുന്നില്ല ഇന്ന് ജയിക്കേണ്ടത്.